അട്ടപ്പാടിയിലെ 7 വിദൂര ആദിവാസി ഊരുകളിൽ വൈദ്യുതി എത്തിച്ച് KSEB 6.2 കോടി രൂപ മുടക്കിയാണ് 92 വീടുകൾ വൈദ്യുതീകരിച്ചത്. പദ്ധതി നടപ്പാക്കിയതോടെ ഊരുകാരുടെ പതിറ്റാണ്ടുകളുടെ സ്വപ്നമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. 15 കിലോമീറ്റർ മണ്ണിനടിയിലൂടെ കേബിൾ ഇട്ടാണ് വൈദ്യുതി എത്തിച്ചത്. നിഖിൽ പ്രമേഷുണ്ട് പാലക്കാട് നിന്ന്. നിഖിൽ, വിവരങ്ങൾ. ഉമേഷ്, അട്ടപ്പാടിയിലെ 7 വിദൂര ആദിവാസി ഊരുകളിലാണ് ഇപ്പോൾ വൈദ്യുതി എത്തിച്ചിരിക്കുന്നത്. സത്യത്തിലൊരു വൈദ്യുതി വിപ്ലവം എന്ന് നമുക്ക് അതിനെ വിളിക്കാൻ കഴിയും. 6.2 കോടി രൂപ മുടക്കിയാണ് ഈ പദ്ധതി നടപ്പാക്കിയത്. 92 വീടുകളിൽ ആണ് വൈദ്യുതി എത്തിച്ചത്. തടിക്കുണ്ട്, മുരുകള, കിണറ്റൂക്കര, പാലപ്പട, താഴെ ആനവായി, മേലെ ആനവായി, കടുകുമണ്ണ ഊരുകളിലാണ് വൈദ്യുതി എത്തിച്ചത്. നമുക്കറിയാം, പതിറ്റാണ്ടുകളായി സോളാർ ലൈറ്റുകളെ മാത്രം ആശ്രയിച്ച്, ആദ്യം മണ്ണെണ്ണ വിളക്ക്, പിന്നീട് സോളാർ ലൈറ്റിനെ മാത്രം ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. ഇവിടെയുള്ളവർക്ക് വീട് നിർമ്മിച്ചു നൽകിയപ്പോൾ അതിന് വൈദ്യുതി പോയിന്റുകളൊക്കെ നൽകിയിരുന്നെങ്കിലും ഇതുവരെ ആ വീടുകളിലൊന്നും തന്നെ വൈദ്യുതി എത്തിയിരുന്നില്ല. അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഊരുകാരുടെ പതിറ്റാണ്ടുകളായുള്ള സ്വപ്നമാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. ചിണ്ടക്കിയിൽ നിന്ന് 15 കിലോമീറ്റർ മണ്ണിനടിയിലൂടെ കേബിൾ ഇട്ടാണ് 11 kV വൈദ്യുതി എത്തിച്ചത്. ഇത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമായിരുന്നു. വർഷങ്ങളായി KSEB പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സാധ്യമായിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ആ ലൈറ്റ് ഇടുമ്പോഴൊക്കെ അവിടെയുള്ള ആളുകളുടെ ഒരു സന്തോഷം. ഈ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി ഇത് സ്ഥാപിക്കാൻ വേണ്ടി എത്തിയപ്പോൾ തന്നെ അവരുടെ ഒരു ആഹ്ലാദം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഒരിക്കലും ജീവിതത്തിൽ ഇന്ന് വരെ വൈദ്യുതി കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു ലൈറ്റ് ആ വീടുകളിൽ തെളിഞ്ഞിട്ടില്ല. സത്യത്തിൽ ആ ലൈറ്റ് തെളിയുമ്പോൾ അവരുടെ മനസ്സിലാണത് ആ സന്തോഷം തെളിയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ ഈ മഴക്കാലത്തൊക്കെ സോളാർ ലൈറ്റുകൾ പ്രവർത്തിക്കില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ ഇരുട്ടിലായിരുന്നു ഈ കോളനികളെല്ലാം തന്നെ. നടന്നു ചെല്ലാൻ പോലും വളരെയധികം പ്രയാസപ്പെടുന്ന ഊരുകളാണ് ഈ ഊരുകളെല്ലാം തന്നെ. അവിടേക്കാണ് ഇപ്പോൾ അത്തരത്തിലുള്ള 7 ഊരുകളിലാണ് ഇപ്പോൾ വൈദ്യുതി എത്തിച്ചിരിക്കുന്നത്. തടിക്കുണ്ട്, മുരുകള, കിണറ്റൂക്കര, പാലപ്പട, താഴെ ആനവായി, മേലെ ആനവായി, കടുകുമണ്ണ, ഈ 7 ഊരുകളിലാണ് ഇപ്പോൾ വൈദ്യുതി എത്തിച്ചിരിക്കുന്നത്. അവിടുത്തെ 92 വീടുകളിൽ വൈദ്യുതി എത്തിച്ചിരിക്കുന്നു. ഇനി റോഡ് കൂടി സാധ്യമാവുന്നതോടുകൂടി സുഗമമായി കടന്നു വരാവുന്ന ഒരു വഴി സൗകര്യം കൂടി രൂപപ്പെടുന്നതോടുകൂടി ഇവിടെയുള്ള ആളുകൾക്ക് കൂടുതൽ സൗകര്യമായി പുറം പ്രദേശവുമായി ബന്ധപ്പെടാനും മറ്റും കഴിയും. ശരി, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്.